ഒരു സ്കൂളൊക്കെ അടച്ചതിന് ശേഷം ഒരു അവധി ആരംഭിച്ച സമയത്ത് കുട്ടികൾക്ക് ഒരുപക്ഷെ വലിയ സന്തോഷമുള്ള ആഹ്ലാദമുള്ള ഒരു സമയമായിരിക്കും. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് അത് ഒട്ടനവധി ആശങ്കകളും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വെക്കേഷൻ ക്ലാസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, കുട്ടിയെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നൊക്കെ അന്വേഷിച്ച് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകൾക്കോ വേനലവധിക്കാലത്തെ പ്രത്യേക കോഴ്സുകൾക്കോ ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളെ കാണാം. അത് അവരുടെ ആ ഒരു സമയം മാനേജ് ചെയ്യണം എന്നാണ് പല രക്ഷിതാക്കളും അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്കുള്ള കുറേ ഗുണങ്ങളുണ്ടാകണം, കഴിവുകൾ വർദ്ധിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ചിലരെങ്കിലും അവരുടെ ഈ ഒരു സമയം എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് അത്തരം കോഴ്സുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ വേനലവധിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ താജുക്ക, ഈ രക്ഷിതാക്കൾക്ക് അതിൽ ഒരു ആധിയുണ്ട്, ആശങ്കയുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിലെ ഒരു ടെൻഷനുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ വലിയ ഒരു അവധി കിട്ടി എന്നുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് അതൊരു ഒരു ഭാരമേറിയ ഒരു കാര്യമായി മാറാറുണ്ടോ എന്നൊരാശങ്ക കൂടി അവിടെ ബാക്കിയുണ്ട്. ഏറെ പ്രസക്തമായൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ആളുകൾ പൊതുവെ ഏത് കാര്യത്തിലും രണ്ട് തരം ആൾക്കാരെ നമ്മൾ കാണും. എന്തിനേയും ഒരു വളരെ പ്രീ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ചിട്ടപ്പെടുത്തി ഇടപെടുന്ന ആളുകളും വളരെ സ്പോട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്ന ആളുകളൊക്കെ നമ്മൾ കാണും. 90% ആളുകളും 90% കാര്യങ്ങളിലും പ്ലാൻ ഉണ്ടാക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു സൊസൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിലെ 95% ആളുകൾ അവരുടെ മക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ പ്ലാനൊന്നും ഉണ്ടാക്കലില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ പാല് കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കും, കാലിൽ കിടത്തിയിട്ട് പിന്നെ ഭക്ഷണം ഫീഡ് ചെയ്തിരുന്ന കാലത്ത് അത് അതിൻ്റെ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യും. കുട്ടീനെ ഉറക്കണ സമയം കൃത്യമായി കീപ്പ് ചെയ്യും. പിന്നെ കുട്ടി കാലിലിങ്ങനെ നടക്കാനും ഓടാനും ചാടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈ രാത്രി ഓടണ KSRTC മാതിരിയാണ്. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാകുക, എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ പാരൻസിനോട് നമ്മൾ പറയണത്, ഇത് ശരിക്കൊരു അടിപൊളി ടൈമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു സമയമാണ് ശരിക്കത്. കാരണം രക്ഷിതാക്കൾ കുട്ടിയെ KG ക്ലാസ്സിൽ ചേർത്തത് മുതൽ കുട്ടിയെ അവർക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടണുള്ളൂ. അവർ പിന്നെ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് വരുന്നു, പിന്നെ സ്കൂളിൽ നിന്ന് വന്നാൽ ഭക്ഷണം കഴിപ്പിക്കാനും വസ്ത്രം ഊരിടിക്കാനും ബാഗും പുസ്തകം വെക്കാനും ഒക്കെയുള്ള, കുളിക്കാനും പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കാനും വായിക്കാനും എഴുതിപ്പിക്കാനും സ്പെല്ലിംഗ് പഠിപ്പിക്കാനും ഒക്കെ കൂടെയുള്ള യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിനിടയിൽ എവിടെയോ ഒരു സമയത്ത് ആ കുട്ടി കിടന്നുറങ്ങുന്നു. റയർ ദിവസങ്ങളിലെ ഒരു ഹാപ്പിനെസ് പൊതുവേ ഉണ്ടാകുള്ളൂ. ഉണർന്നെണീക്കുമ്പോഴും പിന്നെയും കച്ചറയാണ്, ബസ് വരാനായി, വേഗം നോക്ക്, വേഗം പോവുക, അങ്ങനെയാണ്. ഇപ്പോൾ കൂടുതൽ ടൈം കൽപ്പനകളും ആക്രോശങ്ങളുമാണ്. ഇനി സൺഡേ സാറ്റർഡേ ഒക്കെ ഒഴിവുണ്ടെങ്കിൽ അതിൽ ട്യൂഷൻ, രാവിലെ ഉച്ചക്കും ട്യൂഷൻ അങ്ങനെ ഉണ്ടാകും. പിന്നെയുള്ള കുറച്ച് സമയം മൊബൈൽ ഫോൺ കൊണ്ടുപോകും. അവർ മൊബൈൽ ഫോണിലല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിലാണ്. ഇപ്പോൾ ഒരു മനോഹരമായൊരു കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നില്ല. അപ്പോൾ രക്ഷിതാക്കൾ നല്ലൊരു പ്ലാനോടുകൂടെ ഈ ഒരു വെക്കേഷൻ കാലത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതവർക്ക് ഒരു വലിയ കൈമാറ്റത്തിൻ്റെ സമയമാണ്. അവരെ യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. എന്നാൽ ഇതൊന്നുമില്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബെല്ലുകൾ മുഴങ്ങാത്ത മാസമാണ്. ബെല്ലുകൾ ശരിക്ക് അതൊരു വളരെ എന്താ പറയുക, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമാണ്. ചില ബെല്ലുകളുണ്ടാകുമ്പോൾ ആ ബെല്ലുകൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, ആ ബെല്ലുകൾക്കുള്ളിൽ ടാസ്ക് ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വളരെ ഉയരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേത് സമയവും കാര്യവും അധികാരവും നിയന്ത്രണമൊക്കെ നമ്മളെ കയ്യിലാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിർത്തികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ രക്ഷിതാക്കളോട് പറയണത്, കുട്ടികൾ പുതിയ കൂട്ടുകെട്ടിലേക്കും ബന്ധത്തിലേക്കും അനാവശ്യമായ കാഴ്ചകളിലേക്കും സംസാരത്തിലേക്കും ഒക്കെ പോകും, സംശയമൊന്നുമില്ല. ഇന്ന് വല വിരിച്ച് നടക്കുന്നവരുണ്ട്. നമ്മളൊന്നും കുട്ടിക്കാലം പോലെയല്ല. ഓർഫനാണോ, അനാഥ കുട്ടിയാണോ, ഗൾഫ് വീടുകളിലെ കുട്ടിയാണോ, പള്ളി മഹലിൻ്റെ ആളുടെ കുട്ടിയാണോ, അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുട്ടിയാണോ ഒക്കെ ആണെങ്കിൽ അവരെ പ്രത്യേകം നോക്കിയിട്ട് ട്രാപ്പിൽ വീഴ്ത്താൻ ആളുകൾ കൂടിയുള്ള കാലത്ത് നമ്മൾ ഈ പേപ്പട്ടിയെ പേടിക്കണിലേറെ പേടിക്കേണ്ടത് അവരെയാണ്. തട്ടിക്കൊണ്ടുപോയിട്ട് കിഡ്നി എടുത്ത് വെക്കുന്ന ആൾക്കാരും പേടിക്കേണ്ടത് ഇവരെയാണ്.
ഇവർ ഒരിക്കലും വേഷിട്ട് വരലല്ല, ഇവരുടെ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിളിലേക്ക് കയറി ആ ഫ്രണ്ട് വഴിയാണ് പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താറുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മൾ പറയുന്നത് നല്ല പേടിയുള്ള റിസ്കി ടൈമാണ്. പക്ഷേ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ടാക്കിൾ ചെയ്ത് പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ നിങ്ങൾ ബെല്ല് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നൊരു കാര്യം, ഞങ്ങളുടെ സ്കൂളിലെ OAക്കുള്ള യാത്രയപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, OA കുറച്ച് ദിവസം മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്തതിന് ശേഷമാണ് ഇവിടെ യാത്രയപ്പിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പോയപ്പോഴാണ് എന്തായിരുന്നു അദ്ദേഹം ഇവിടെ നിർവഹിച്ചിരുന്ന ദൗത്യം എന്ന് മനസ്സിലായി. ഒരു കാഴ്ചപരിമിതനാണ്, കുറേ OA ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ അദ്ദേഹം പോയതോടുകൂടി പിന്നീട് ബെല്ലടിക്കുന്നത് താളം തെറ്റി, അതോടുകൂടി സ്കൂളിൻ്റെ അച്ചടക്കം ആകെ പോയി എന്നാണ്. അപ്പോൾ ഈ ബെല്ലുണ്ടാവുക എന്നുള്ളത് എത്രമാത്രം ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചുള്ള അച്ചടക്കമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഈ ബെല്ല് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ അവർ മൊബൈൽ ഫോണോ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു സമാധാനം രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഉണ്ട്. ഇനി വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ചിട്ട പൊട്ടുകയാണ്. ഏത് സമയത്തും കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാം എന്നൊരവസ്ഥയിലേക്ക് വരുന്നതും രക്ഷിതാക്കൾക്ക് വലിയ ആശങ്ക ഉണ്ട്. യെസ്, പ്രസക്തമായൊരു ഭാഗമാണ്. നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പാരൻസ് വളരെ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം ഈ വേനലവധിയുടെ ഒരു മഹാഭൂരിപക്ഷം കൊണ്ടുപോകാൻ പോകുന്നതും ഈ കുട്ടിയുടെ ഭാവിയെ തന്നെ തകർക്കുന്നതുമായൊരു സംഭവമാണത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് നമ്പറിട്ട് പറയുകയാണെങ്കിൽ 6 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒഴിവു സമയം ധാരാളം കിട്ടുന്നുണ്ട്, അത് അനാവശ്യമായി ഉപയോഗിക്കും. 10 മണി മുതൽ 4 മണി വരെ ഫോണിൽ തൊടാൻ അവസരം കിട്ടാത്ത കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇത് കിട്ടുകയാണ്. ഇനി വീട്ടിൽ വന്നാൽ തന്നെ കുട്ടിക്ക് ഹോം വർക്കുകൾ ഉണ്ടായിരുന്നു, പഠിക്കേണ്ടതുണ്ടായിരുന്നു. ആ സമയമൊക്കെ ഫ്രീ ആണ്, 100% ആ സമയമൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അത് ആ നിലക്ക് ഒഴിവ് സമയം എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അത് ടൈം പാസ്സായിട്ട് മാറും, പിന്നെ അത് ഡെയിലി ഹാബിറ്റായി മാറും, പിന്നെ അത് അഡിക്ഷനായിട്ട് മാറും. അതോടൊപ്പം തന്നെ ഒരു ബ്രെയിൻ കെമിസ്ട്രി ഉണ്ട്, ഒരു ഡോപ്പമിൻ ലൂപ്പ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണ്, നമ്മൾ ഒരു കണ്ടൻറ്റ് അങ്ങനെ കണ്ട് തുടങ്ങുമ്പോൾ അത് കൊടുക്കുന്നൊരു ആവേശം ഉണ്ടാകും, ഒരു ആസ്വാദനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലും സന്തോഷവും ആവേശവും ഭയമൊക്കെ ഉണ്ടാകുന്നത് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളാണ് അതിൻ്റെ കാരണം. ഡോപ്പമിൻ എന്നാണ് പൊതുവെ ആ ഹോർമോണിന് പറയുക. അതാണ് ഡോപ്പമിൻ ലൂപ്സ് എന്ന് പറയുന്നത്. ഒരു പുഴയിലിങ്ങനെ ഒഴുകിപ്പോണ പുഴയിൽ ഒരു ചുഴി രൂപപ്പെട്ടാൽ ആ ചുഴിയിൽ എന്തെങ്കിലും ഒരു കമ്പോ കരടോ കടലാസോ ചെടിയോ മരമോ ഒക്കെ പെട്ടാൽ അതിങ്ങനെ അങ്ങനെ ഇട്ട് കറക്കിയിട്ട് താഴ്ത്തുമല്ലോ, അതേ അവസ്ഥയാണ്. നമ്മളിങ്ങനെ ഒരു സാധനം കണ്ട് പിന്നെ അങ്ങനെ കണ്ട് അപ്പോൾ ഈ ഡോപ്പമിൻ ലെവൽ ഭയങ്കരമായി കൂടും. അപ്പോൾ അതിലേക്കുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും, ചെറിയ സമയത്ത് നിന്ന് അതൊരു വലിയ മണിക്കൂറുകളിലേക്ക് പോകും. മൂന്നാമത്തെ ഒരു കാര്യം എൻലെസ് കണ്ടൻ്റാണ്, തീരാത്ത കണ്ടൻ്റ് ഉണ്ടാകും. അതായത് ഒരു കുട്ടി ഇങ്ങനെ കയറിയിട്ട് കാണുന്നത് എന്താണ്, കാർ റേസാണ് കാണുന്നത് വിചാരിക്കുക. കാർ റേസ്, അപ്പോൾ നമ്മൾ പാരൻ്റ് ഒന്ന് നോക്കുമ്പോൾ കാർ റേസാണ്, പ്രശ്നമൊന്നുമില്ല എന്നാൽ വിചാരിക്കുക. ഒക്കെ പോട്ടെ, അല്ലെങ്കിൽ ആ കുട്ടി എന്താണ് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു സാധനമാണെന്ന് വിചാരിക്കുക കാണുന്നത്. അപ്പോൾ അത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ, ഭയങ്കര യൂറോപ്യന്മാർ ഇംഗ്ലീഷ് പറഞ്ഞമാതിരി പറയുന്നതാണ് വിചാരിക്കുക. ഇത് ഏത് സാധനവും ഒരു അമിതമായാൽ അമൃതവും വിഷമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ടൻറ്റുകളിലൊക്കെ അതിൻ്റെ ഡോപ്പമൈൻ ലെവൽ അത്ര തന്നെ ഭയങ്കര സംഭവമാവില്ല. ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ സെക്സ് കണ്ടൻറ്റുകളോ ഒക്കെ ആകുമ്പോൾ ഈ പറയുന്ന ഹോർമോൺ ലെവൽ കുറച്ചും കൂടിയും കുറവായിരിക്കും, ഇതിനേക്കാളും അവിടെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെയും ഇത് ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ടൻറ്റ് നിൽക്കണില്ല, അതിങ്ങനെ നീളുകയാണ്. ആ നിലക്കും നമ്മളെന്ത് ചെയ്യും, ഫോണിൽ തന്നെ ആയിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു സാമൂഹ്യമായി ആളുകൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചിന്ത, ആ ചിന്ത ഇതിലൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ കൂടുതൽ സ്വന്തത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം, ഒരു വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈപ്പ് വസ്ത്രം ഏതാണ്, ഇങ്ങനെ മുടി, പിന്നെ വേഷം, പിന്നെ ടോക്ക് സ്റ്റൈലുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ സെർച്ച് ചെയ്ത് അതിൽ തന്നെ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ഉപയോഗം, കടന്നുകൊണ്ടുള്ള ഉപയോഗം, കംഫർട്ട് സോണിലുള്ള സ്വകാര്യതയിലുള്ള ഉപയോഗം, ഇതൊക്കെ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എസ്കേപ്പ് നമുക്ക് പറയാം. ഒരു ടീനേജൊരു കുറച്ചും കൂടി ഒരു 15, 16, 17 അങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഒരു ഷെയറിങ് ബോധപൂർവം ഒരാൾ ചെന്ന് കൂടിക്കൊടുത്ത് ഉള്ളിലുള്ള കാര്യങ്ങളെ ആ ലെവലിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. പോയി ഇങ്ങനെ ചേർന്നിരുന്നുകൊണ്ടൊന്നും ആയില്ല, ഇതൊന്നും പറയുന്നുണ്ടൊന്നും പറയില്ല. അവരുടെ ലെവലിലേക്ക് ഇറങ്ങാൻ അത് ഭയങ്കര സ്കില്ലാണ്, എല്ലാവർക്കും കഴിയില്ല.
സ്വന്തം മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സാധ്യത ഭയങ്കര കുറവാണ്. കാരണം അവർ കുറേ ഒരു പ്രീസെറ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ പ്രീസെറ്റിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ചെല്ലുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, മൊബൈൽ യൂസേജ് കുറച്ചധികം ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്രീ ടൈം ഉണ്ടാകും. അതേപോലെ തന്നെ ആ ഫ്രീ ടൈമിൻ്റെ കൂടെ തന്നെ ഈ ഡോപ്പമിൻ ലൂപ്പുകൾ രൂപപ്പെടും. ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതും എൻലെസ് കണ്ടൻ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അവൻ്റെ സമപ്രായക്കാരുടെ അവരത് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അപ്പുറത്തെ റൂമിലും സിറ്റ് ഔട്ടിലും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് മാത്രമല്ല അവർക്കൊക്കെ ATM കാർഡ് സ്വന്തമായിട്ടുണ്ട്, അവർക്ക് ബൈക്ക് സ്വന്തമായിട്ടുണ്ട്, എനിക്കൊന്നുമില്ല, ഈ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അവനുണ്ടാകും. അതോടൊപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി അവൻ്റെ ഹോർമോൺ വളർച്ചക്കനുസരിച്ച് അവളുടെ ഒരു ഏകാന്തതയുടെ സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മൊബൈൽ വാങ്ങിയേക്കണം. നോർമലി ഒച്ചയും വിളുണ്ടാക്കിയിട്ട് വെക്കെടുക്കുക നല്ലതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെക്കൂല. അപ്പം അതിനനുസരിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി നമുക്ക് ഇത്ര സമയം ഉപയോഗിക്കാം എന്നുള്ള ഒരു രൂപത്തേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെക്കേഷൻ ഫലപ്രദമാകണമെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു പ്ലാൻ ചെയ്താൽ അത് ആ സമയം ഫലപ്രദമായി വേറെ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു സംശയമുണ്ട്. നല്ല പ്രശ്നമാണ്. അതായത് ഇപ്പം എനിക്കോട് നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഈ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ പ്ലാൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം പ്ലാൻ വാപ്പയും ഉമ്മയും തമ്മിൽ പ്ലാൻ വേണം. പിന്നെ സാധിക്കുമെങ്കിൽ പ്രായമുള്ള ഉമ്മമാരെയൊക്കെ ആ പ്ലാനിൻ്റെ ഭാഗമാക്കണം. അത് ശരിക്കും സ്കൂള് അടക്കണതിൻ്റെ മുമ്പ് നടക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ പൊതുവെ കുട്ടികളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ഓരോന്ന് ഇരുന്നിട്ട് ഒരു ചിത്രം ഉണ്ടാക്കണം. നമ്മളെങ്ങനെയൊക്കെയാണ് ഈ വെക്കേഷനിൽ കുട്ടികളെ ആക്കാൻ പോണത്. ഇത് വെറും വക്കാണായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. കാരണം പ്രായമുള്ള ഭയങ്കര വയസ്സായ വല്യമ്മമാരും ഉമ്മമാരും, ഇനി ഒരു പ്രായമില്ലെങ്കിലും ചില രക്ഷിതാക്കളൊക്കെ ഫുള്ള് ചീത്തയായിരിക്കും. അങ്ങോട്ടും പോകണ്ട, ഇങ്ങോട്ടും പോകണ്ട, അവിടെ ഇരിക്കണ്ട, ഇവിടെ നിൽക്കണ്ട, അവിടെ നടക്കണ്ട, ഇങ്ങനെ കുട്ടികളെ ഭയങ്കര അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെ ആകാൻ പാടില്ല എന്നുള്ളത് അവർ തമ്മിലൊരു ധാരണ വേണം. എന്തൊക്കെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉണരൽ, അവരുടെ ഉറക്കം, അവരുടെ ഫുഡ് ടൈം, അവരുടെ കുളി സമയം, അവരുടെ പിന്നെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നിർദ്ദേശിക്കേണ്ട സമയം, പുറത്തിറങ്ങേണ്ട സമയം, നല്ല ചൂടല്ലേ, ഇതൊക്കെ ഒന്ന് ധാരണയാക്കിയിട്ട്, അതാണ് ഹൈലി പ്രൊഫഷണലായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഇനി അതൊന്നും കഴിയാത്ത ആളുകൾ കുടുംബത്തിലെല്ലാവരും ഇരിക്കണം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം എല്ലാ വർഷവും നടക്കലുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യലുണ്ട്, FBയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത്ര നമ്മൾ ശ്രദ്ധിച്ചണമെന്ന് എനിക്കറിയില്ല. അതെ, കുട്ടികൾ പ്രത്യേകിച്ച് ചില ആക്ടിവിറ്റികളൊക്കെ ചെയ്തതിൻ്റെ മാഗസിനൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അങ്ങനെ ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അത് പിരിച്ചു വിടുമ്പോൾ സമ്മാനമൊക്കെ കൊടുത്ത്, സമ്മാനം പൊതുവെ എല്ലാവർക്കും കിട്ടും. അവസാനം വരുമ്പോഴേ ഉമ്മാർക്കും ഉപ്പാർക്കൊക്കെ കൊടുക്കും സമ്മാനം, പിന്നെ എല്ലാവർക്കും കൊടുക്കും. അത് നല്ല, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ മുന്നത്തെ പ്രാവശ്യമാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഷീൽഡാണ് കൊടുത്തത്, ഫുള്ള് എഴുതിയിട്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ കുട്ടികളോടൊക്കെ ചോദിക്കുക എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് പറ്റാത്തതാണെങ്കിലും ആദ്യം അതിനെ തട്ടരുത്, ആ നല്ല ഒരു അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപം ഉണ്ടാക്കുക. ഒരു 2 കൊല്ലം നടക്കുമ്പോൾ അടുത്ത കൊല്ലം കുട്ടികളത് ചോദിക്കും, നമുക്ക് ഇരിക്കണ്ടേന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുട്ടികളുടെ കുളിൻ്റെ സമയം സെറ്റ് ചെയ്യണം. ഇന്ന ടൈമിൻ്റെ ഇടയിൽ കുളിക്കണം. അപ്പോൾ വീട്ടിൽ ടോയ്ലറ്റ് കുളിക്കാനുള്ള സൗകര്യമൊക്കെ 2-3 ഉണ്ടാവുമല്ലോ. ഏറ്റവും നല്ല സ്ഥലം നോക്കിയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുക. അങ്ങനെ ഷവറൊക്കെ ഉള്ളതും ഇല്ലാത്തതും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാനത് പറഞ്ഞുമെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കണം. പുറത്ത് പോയി കുളിക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കുളിയുടെ സമയം ഒരു ളുഹ്റുസ്സല ജമാഅത്തായി കിട്ടാൻ കണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീരണം. അതും ഇനിയിപ്പോൾ 5 മണിക്ക് നീച്ച് കുളിക്കണം എന്നുള്ളിടത്തേക്ക് എത്തരുത്. കുളി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾ നേരെ 5 മണിക്ക് നീച്ച് കുളിപ്പിക്കലാണ് ഓരോരോ പരിപാടി. അപ്പോൾ കുളി ആദ്യം ഒന്ന് സെറ്റാക്കുക, അതൊരു ക്രമം വെച്ചെടുക്കുക. ഇങ്ങനെ തിങ്കൾ മുതലുള്ളൊരു ക്രമം വെച്ചെടുത്തിട്ട് അതിൻ്റെ ചാർജ് ഒരാൾക്ക് കൊടുക്കുക. കുറേ മക്കളും കുറേ സംഭവമൊക്കെ ഉള്ളിടത്ത് ഇതൊക്കെ നടക്കുള്ളൂ. ആകെ ഒരു കുട്ടികളുള്ളടത്ത് ഒരു രസം ഉണ്ടാവില്ല. ഓമടക്കം കൂടിയാണെങ്കിൽ ഒന്നും ആയി കിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു കുറേ സന്താനങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ
പിന്നെ അടുത്തൊരു സംഗതി പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ പുറത്തെ കളിയുടെ സമയം എപ്പോഴാണെന്നുള്ളതാണ്. പുറത്തെ കളി ഒരു രാവിലെ ഒരു 8-8:30 വരെയൊക്കെ പുറത്തേക്ക് പോകാമല്ലോ, പുറത്ത് പോകാം. പിന്നെ പറ്റില്ല, പുറത്ത് പറ്റില്ല. പിന്നെ വൈകുന്നേരമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെയിലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി കഴിയുമ്പം സൂര്യാഘാതവും മറ്റ് സംഗതികളൊന്നും കൊള്ളേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ കളി ടൈം, പുറത്തുള്ള കളി ടൈം അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള ടൈം എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ ക്ലാസ്സിനനുസരിച്ചൊക്കെ വരണം. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ കുറേ കളറിങ് ബുക്കൊക്കെ നമ്മൾ കൊണ്ടുവരണം, കുറേ ഡിജിറ്റ്സ്, പിന്നെ അക്ഷരങ്ങൾ, അങ്ങനത്തെ കുറേ ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കൂടി കൊണ്ടൊന്നും ഒന്നിച്ച് കൊടുക്കരുത്, ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കണം. കൗതുകമുണ്ടാക്കി വെക്കണം. എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അത് കുട്ടികളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും. നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനിലാണോ പറഞ്ഞത് എനിക്കറിയില്ല. സമ്മാനം പെട്ടിയിൽ കൊണ്ടുവരണേ ഇപ്പച്ചി വരും, സർപ്രൈസ്. പെരുന്നാൾക്ക് അങ്ങനെ കൊടുക്കുന്നു പറഞ്ഞു. പെരുന്നാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടില്ല. പെരുന്നാൾക്ക് കൊടുത്തു. പെരുന്നാൾക്കുള്ളത് ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഓർഡർ ചെയ്തപ്പോൾ ഇന്നോ നാളേക്ക് കാര്യം വരിക. നല്ല ഡിലേ വന്നു, അല്ലെ എക്സ്റ്റെൻഡ് ചെയ്തു, അതുകൊണ്ട് കിട്ടിയില്ല. എന്നാൽ ചെറുമട്ടത്തിൽ ഒക്കെ എന്ത് ചെയ്തു, അങ്ങനെ ആക്കുകയും ചെയ്തു. അല്ലെങ്കിൽ കൊണ്ട് പെട്ടെന്ന് കയറി സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് പെട്ടെന്ന് വാങ്ങി. ചെറിയ മക്കളല്ലേ, അവർക്ക് അതന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. പ്രായത്തിനനുസരിച്ച് മെറ്റീരിയലൊക്കെ വാങ്ങണം. പ്ലാന് കടലാസിൽ മാത്രം ഉണ്ടായതുകൊണ്ടായില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് ചെയ്യണം. മുതിർന്ന കുട്ടികൾക്ക് അവരുടെ ലെവൽ അനുസരിച്ചുള്ള സംഗതികളൊക്കെ കൊടുക്കണം. വരക്കാൻ പറ്റും, തുന്നാൻ പറ്റും, അതേപോലെ തന്നെ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ബോഡിയുള്ള സാധനങ്ങൾ, ലോറി ഉണ്ടാക്കുക, മണ്ണുകൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റും. സമ്മർ കസ്റ്റ് എന്നുള്ള പേരിലൊരു പുതിയ വലിയൊരു സംഭവം വരുന്നുണ്ട്. അത് രക്ഷിതാക്കൾ അതറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് വഴി ചോദിച്ചോളൂ. നിങ്ങൾക്കത് എന്നെ സംബന്ധിച്ച ഡീറ്റെയിൽസ് കിട്ടുന്ന ഗ്രൂപ്പിലേക്കോ വ്യക്തികളിലേക്കോ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ നിസ്കാരം പ്ലാൻ ചെയ്തു, കുളി പ്ലാൻ ചെയ്തു, പിന്നെ ഫുഡിൻ്റെ ടൈമും ഫുഡിൻ്റെ മെനുവും കൂടി ചർച്ച ചെയ്യണം. സ്പെഷ്യൽ ഫുഡ് നമുക്ക് ഏതൊക്കെ വേണ്ടത്, മന്തി, മല്ലൂത്ത്, കുറേ പറയും കുട്ടികളൊക്കെ പറഞ്ഞോട്ടെ, എല്ലാതും പറഞ്ഞോട്ടെ. ചില വീടുകളിലൊക്കെ ഇതിൽ പരിമിതികളുള്ള വീടുകളുണ്ടാവും. സംഗതി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ ചെറിയ കുട്ടികൾക്കൊക്കെ അത് ബിരിയാണിയാണ്, അതിൽ 2 തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ടാൽ മതി. സംഗതി ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യാനിപ്പോൾ അതൊക്കെ എത്രയൊക്കെ വേണ്ടു. ഞാൻ പറഞ്ഞത് നമ്മളെ ശ്രോതാക്കളിൽ എല്ലാത്തരം ആളുകളും ഉണ്ടാവും. ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു വെറുംചോറ്റിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടുന്ന ഉമ്മമാരുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യണം, എല്ലാവരും ആലോചിക്കണം. നമ്മുടെ ശ്രോതാക്കളൊക്കെ ആലോചിക്കണം. ഇപ്പോൾ വിസ്റ്റം യൂത്ത് ട്രീറ്റ് പദ്ധതി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വീട്ടിലെ ഒരു മാസത്തെ ചിലവ് നമ്മുടെ വക 2000 രൂപ. അങ്ങനെ വേണമെങ്കിൽ 5 മാസം എടുക്കുക, 10 മാസം എടുക്കുക, എത്ര മാസം എടുക്കുക. ഒരു വിശദമായ പദ്ധതിയാണ്. അതിൽ ഒക്കെ നമ്മൾ കാണുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അത്രയും ദരിദ്രരാണ്. അതിദരിദ്രരൊന്നും ഇവിടെ അല്ലാന്ന് പഞ്ചിന് വേണ്ടി ആര് പറഞ്ഞാലും അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തോളാം. ഒന്ന് പറഞ്ഞാൽ മതി, ഓല അത് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ ചൂണ്ടി കാണിച്ചു കൊടുത്തോളാം. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ എഴുതി രേഖപ്പെടുത്തണം. ഫുള്ള് ഓരോന്നിനോരോ ചുമതല കൊടുക്കണം. പിന്നെ അയലിൽ അലക്കിയത് കൊണ്ടിടാനും ഉണങ്ങിയത് തിരിച്ചു കൊണ്ടുവരാനും, പിന്നെ അടിച്ചു വരുന്നതിൻ്റെ മുമ്പ് മൊത്തം കളിപ്പാട്ടങ്ങൾ പൊറുക്കാനും. ഈ സാധാരണ കുട്ടികൾ സ്കൂളിലുള്ള സമയത്ത് ചെയ്യാതിരുന്ന കാര്യങ്ങളടക്കം ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളുടെ ജോലികളായി ചുമതലപ്പെടുത്തണം. എന്നിട്ട് ചെയ്യാത്തതിന് കുറ്റമൊന്നും പറയരുത്. അങ്ങനെ വെറുതെ കഴിഞ്ഞാലും തന്നെ വെറുതെ അങ്ങനെ ആക്കിയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല, ഒക്കെ അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടിരുന്നൊക്കെ പറയും. ഇതൊന്നും ചെയ്യാൻ വേണ്ടിയല്ല, ഇതൊക്കെ ഒരു പരിപാടിയാണ് സംഭവം. എല്ലാതും 100% നടക്കുമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നാലും മൊത്തം നടന്ന മാതിരിയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രസൻറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടൊരു ചാർട്ട് പേപ്പറൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോയാൽ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയൊക്കെ പേരുണ്ടായാൽ നല്ലതാണ്. ഉമ്മാക്കുള്ള ഡ്യൂട്ടിയൊക്കെ കൊടുക്കണം, ചോറുണ്ടാക്കുക, അങ്ങനെ ഉമ്മാൻ്റെ ഡ്യൂട്ടിയൊക്കെ തീരുമാനിക്കണം, വാപ്പാൻ്റെ ഡ്യൂട്ടിയൊക്കെ തീരുമാനിക്കണം. നമ്മളാ നടക്കണാണ്ട് എഴുതിയാൽ മതി. എന്നാൽ പിന്നെ ഒക്കെ നമ്മളത് ഫുള്ള് ടിക്ക് വീണോളൂ. പുതിയ സാധനങ്ങളൊന്നും എഴുതിങ്ങാണ്ട് വെറുതെ സ്വീപ്പ് ഉണ്ടാക്കാൻ പോണ്ട. അപ്പോൾ അത് പദ്ധതി നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. അല്ല, പദ്ധതി മോണിറ്ററിംഗ് ഉണ്ട്, അത് വലിയ ചുമതല. എൻ്റെ കോർഡിനേറ്റർ, കണ്ടക്ടർ, അഡ്വൈസർ, അങ്ങനെയൊക്കെ ഓരോ പേര് കൊടുക്കുക. അങ്ങനെ കൊടുക്കന്നെ ഓരോ പേരും കൊടുക്കുക. പിന്നെ മാർക്കൊക്കെ കൊടുക്കുമ്പോൾ 1000, 10,000 ഒക്കെ കൊടുക്കണ്ടേ. 1000 പോയിന്റ്, 10,000 പോയിന്റ്, 5000 പോയിന്റ്, അങ്ങനെ പോയിൻ്റൊക്കെ ഇടാൻ സ്ഥലം വേണം. എന്നിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. അങ്ങനെ ഇപ്പം മറ്റേ ജയിക്കും, ഇപ്പം ജയിക്കൂല, അങ്ങനെ ഉണ്ടല്ലോ. 3 പോയിന്റ് പിന്നിലായി, 2 പോയിന്റ് മുന്നിലായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അവിടെ ഒരു ഡോപ്പമിൻ ലൂപ്പ് ഉണ്ട്.
സന്തോഷം ഉണ്ട് അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ. ആ രീതിയിൽ പോവുക, കുറച്ച് സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്ന് വെക്കുക, സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുക. പിന്നെ കുട്ടികളുടെ കൂടെ നമ്മളൊരു ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ പോയിന്റ് എനിക്ക് വലിയ ആവേശത്തിൽ പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ഉറക്കം തീരുമാനിക്കണം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ നേരത്തെ ഉറങ്ങണമല്ലോ, 9 മണിക്കല്ലേ നമ്മൾ ഉറങ്ങേണ്ട സമയം, സാധാരണ അങ്ങനെയാണ് പറയാറുള്ളത്. 9 മണിക്ക് ഉറങ്ങണമല്ലോ കുട്ടികൾ, ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ, അല്ല നാളെ സ്കൂളില്ലല്ലോ, സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പം ഇനി 10 മണിക്കായാലും 11 മണിക്കായാലും ഒന്നും പ്രശ്നമല്ല എന്ന മൈൻഡിലേക്ക് ചെറിയ കുട്ടികൾ, പ്രീ പ്രൈമറി കുട്ടികൾ വരെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് വിഷയമാണ്. അതിപ്പോൾ ആ പോയിന്റ് സ്നേഹയോട് പറയാനുള്ള യോഗ്യത പ്രശ്നം നമുക്കുണ്ട്, അങ്ങനെ വിഷയമുണ്ട്. അതായത് നേരത്തെ ഉറങ്ങണം അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പൊതുവെ എല്ലാവരും ഉറക്കം ലേറ്റ് ആണല്ലോ. നമുക്ക് ലൈഫിലില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഉള്ളിലൊരു പിടുത്തുണ്ടാവും. അതുകൊണ്ട് ആ പോയിന്റ് എങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. അത് നിങ്ങൾ കണ്ട് പറഞ്ഞോളേ. അതല്ല, കുട്ടികളുടെ ഉറക്കം അവരുടെ ആരോഗ്യത്തെയും ഒക്കെ നന്നായി ബാധിക്കുന്നുണ്ട്. പിറ്റേ ദിവസത്തെ അവരുടെ ക്രിയേറ്റീവായ ചിന്തയെയും വർക്കിനെയും ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. മറ്റേത് ഒരാവശ്യത്തിന് വേണ്ടിയല്ല ഒരിക്കലും കുട്ടികൾ നൈറ്റിൽ ഉറക്കമൊഴിക്കണത്. ഇപ്പോൾ താജുക്കയാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും ഒക്കെ ഉറക്കം ഒഴിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു യോഗങ്ങളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ആലോചനകളിലോ പങ്കെടുക്കുന്നതുകൊണ്ടാണ്. അതിനൊരു റീസൺ ഉണ്ട്. കുട്ടികളുടെ ഉറക്കത്തിൻ്റെ വൈകുന്നതിൻ്റെ കാരണം അതല്ല, വെറുതെ സംസാരിക്കുക കളിക്കുകയൊക്കെയാണ്. അപ്പോൾ പിറ്റേ ദിവസം നല്ല ഊർജ്ജത്തോടു കൂടി കളിക്കാം, നേരത്തെ ഉറങ്ങിയാൽ അതിനനുസരിച്ച് ഗുണം ഉണ്ടാവും എന്ന പോയിന്റ് ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷിതാക്കൾ പറഞ്ഞാൽ കുട്ടികളോട് അംഗീകരിക്കും. അല്ലേ, നമ്മൾ വിട്ടുപോയൊരു കാര്യം ഈ ഫോണിൻ്റെ ടൈമാണ്. ഫോണിനും ഇതേപോലൊരു ടൈം എന്ത് ചെയ്യണം, കറക്റ്റ് ടൈം നിശ്ചയിക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം. ആ 15 മിനിറ്റിൽ തോണ്ടാൻ അവസരം കൊടുക്കരുത്. അവിടേക്ക് ഒരു അസൈൻമെൻറ്റും ഉണ്ടാക്കി കൊടുക്കണം. ആ സമയം കഴിഞ്ഞാൽ വാങ്ങി വെക്കണം. ഇനി എത്ര മുതിർന്ന കുട്ടികളാണെങ്കിലും അതവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കണം. അത് വൈകിയ ടൈമൊക്കെ അവിടെ എഴുതിയേക്കും വേണം. വൈകിയ ടൈമൊക്കെ എഴുതിച്ച് അങ്ങനെ കുറച്ചൊരു കൺട്രോളിൽ കൊണ്ടുപോകണം. ഈ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ള ക്യാമ്പയിൻ, അത് ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ശരിക്കും തുടങ്ങി കോഴിക്കോട്ട് നിന്നാണ് ആരംഭിച്ചത്. കഴിഞ്ഞ സൺഡേ ആയിരുന്നു തുടക്കം. 29 സൺഡേ, മാർച്ച് 29 സൺഡേ ആയിരുന്നു തുടക്കം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വിഷയങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നല്ല സംഗതികളൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് സ്ട്രിക്റ്റായി പിടിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പോൾ ഈ 15 മിനിറ്റ് സമയം എന്നുള്ളത് അവരുടെ ഒരു സാധാരണ ഒരു പക്ഷേ രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ കൊടുത്തൊരു സമയമായിരിക്കും. ഈ സമ്മർ ക്വസ്റ്റിൽ അവർക്ക് ലൈവ് ക്ലാസ്സുകൾ കേൾക്കാനുള്ള ചെറിയൊരു സമയം ഉണ്ടാവും. അപ്പോൾ ആ ലൈവ് ക്ലാസ് കേൾക്കുന്ന സമയത്ത് അത് നമ്മുടെ പ്ലാനിൽ കൃത്യമായിട്ട് എഴുതണം. സമ്മർ ക്വസ്റ്റിൻ്റെ ടൈം അത് ശനിയാഴ്ച ദിവസം ഇന്ന സമയത്താണ്. വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത സമയത്തായിരിക്കും. ആ സമയം നോക്കിയിട്ട് അതിൽ ആ ടൈം കൂടി നമ്മുടെ പ്ലാനിൽ എഴുതണം. മാത്രമല്ല, രക്ഷിതാക്കൾ ഇതുവരെ കുട്ടികളെ സമ്മർ ക്വസ്റ്റിന് എൻറോൾ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനിൽ പോവുക. അവിടെ സമ്മർ ക്വസ്റ്റ് എന്ന് കാണും. ആ സമ്മർ ക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യണം. അതാണ് അതിൻ്റെ രജിസ്ട്രേഷൻ. അതിൽ തന്നെ നമ്മുടെ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളെ വേറെ വേറെ പ്രൊഫൈലുകൾ ഉണ്ടാക്കി അവരുടെ ഓരോ പ്രൊഫൈലിലും പ്രത്യേകമായി നമ്മൾ അതിലേക്ക് എൻറോൾ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഈ മദ്രസ UP ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. സമ്മർ ക്വസ്റ്റിലെ ഒരു ഭാഗം അത് LP ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. അങ്ങനെയാണ് നമ്മളിപ്പം പോകുന്നത്. അതിലിപ്പം അതേപോലെ പ്രാദേശികമായിട്ട് ഫിസിക്കൽ ക്ലാസ്സുകൾ വിഷ്ണു സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടല്ലോ. സമ്മറൈസ് മോറൽ സ്കൂള്, CRE ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, നിങ്ങളെ കുട്ടീനെ മെഡിസിൻ പഠിക്കാൻ ഉസ്ബെക്കിസ്ഥാനക്കും ഉഗാണ്ടയ്ക്കും പറഞ്ഞേക്കണില്ലേ, കോയമ്പത്തൂർക്കും ബാംഗ്ലൂർക്കും അങ്ങനെ പറഞ്ഞേക്കണില്ലേ. പിന്നെ എന്താ കുട്ടിക്ക് വേണ്ടി ഒന്ന് തിരഞ്ഞാൽ എന്താണ്, കുട്ടിക്ക് കൊടുക്കേണ്ട ധാരണകൾ കൊടുക്കാനും തിരുത്താനും അവന് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണിത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി, പിന്നെ അവർക്ക് അവരുടെ ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ടൈം ഇതിൽ വേണം. എല്ലാം കൂടി പ്ലാൻ ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും പറ്റാത്ത അവസ്ഥ ആക്കാനും പാടില്ല. അല്ല, അത് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊരാലോചനയും ചർച്ചയും കുട്ടികളെ കൂട്ടി നടത്തുമ്പോൾ സ്വാഭാവികമായി പറയുന്ന ആവശ്യങ്ങൾ അതിൽ ഉൾപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അതിന് സമയം അനുവദിക്കാതിരിക്കരുത്, അതിൽ ഭയങ്കര കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് തന്നെയാണ്. വെക്കേഷൻ ആകുമ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങണം, ഒന്ന് കൂട്ടുകാരോടൊപ്പമൊക്കെ കളിക്കണം എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയലുണ്ടാവും. ഒരുപക്ഷെ അധ്യാപകരുമൊക്കെ നമ്മൾ സമൂഹവുമായി ഇടപെടാനുള്ള സമയമാണ് എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ രക്ഷിതാക്കളുടെ ഭാഗത്ത് കുട്ടികൾ മറ്റു കുട്ടികളുമായി എൻഗേജ് ചെയ്യുമ്പോൾ, അവരോടൊപ്പം കളിക്കുമ്പോൾ അതിലൂടെ വലിയ പേടികളുണ്ട്. ആ പേടികൾ ആ കുട്ടി വഴിതെറ്റി പോകുമോ, ലഹരിക്കടിമപ്പെടുമോ തുടങ്ങി അങ്ങനെ ഒരുപാട് അവൻ പഠിക്കാത്ത തെറിവാക്കുകൾ പഠിക്കുമോ, അങ്ങനെ കുറേ ടെൻഷനുകളുണ്ട്. വെക്കേഷനിൽ എന്തായാലും കുറച്ച് സമയം അതിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ഈ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്
കുട്ടികൾ മാത്രം നടത്തേണ്ട ഒരു പ്രോസസ്സല്ല. കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം സ്വഭാവമാണ് ആദ്യത്തെ വിഷയം. ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, ആ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയാണ്, ആ കുട്ടിയുടെ സംഭാഷണം എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ് എന്നത് ഇതിലൊരു പ്രധാന കാര്യമാണ്. ഒരു പല ടൈപ്പ് കുട്ടികളുണ്ടാവും. മോശം കാര്യങ്ങളിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്, വിളിക്കണത്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടിനെക്കുറിച്ചും പാരൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് കിട്ടും, ജനറലായിട്ട് കിട്ടും. പിന്നെ അവർ കുട്ടിയും അവരും തമ്മിൽ നടന്ന സംസാരങ്ങളെയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചോദ്യങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റും. കുട്ടികളെ വളർത്തരണ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും സാധനം ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരണ മാതിരി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല മക്കളെ. കാരണം ഈ മക്കൾ നാളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തണം. സ്വർഗത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ പഠിച്ചോനെ ഞാൻ ഇത്ര അമൽ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇത്ര സൗകര്യം കിട്ടിയെന്ന് വെച്ചപ്പം ബിസ്തിഗ്ഫാരി വലതിക്കാലക്ക, നിൻ്റെ മോൻ്റെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്, നിനക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് ഇവിടെ സംഭവിക്കണം. പിന്നെ ഈ രണ്ട് കുട്ടികളുടെയും മൂല്യങ്ങൾ ഒത്തുപോകുമോ എന്നുള്ളത് നോക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ പാർട്ടികളിൽ ബിയർ പോലത്തെ സാധനമൊക്കെ ഉപയോഗിക്കും. അത് ചെറിയ പ്രായം മുതൽ അവനിങ്ങനെ കണ്ടു വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ പ്രായം മുതൽ ഇത്തരമൊരു ലഹരി പാനീയം ഉപയോഗിക്കുന്നത് കണ്ടൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പ്രൈറ്റ് കുടിക്കണ മൈൻഡേ അതിനോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ, കുടുംബങ്ങൾ അവരുടെ മൂല്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് ഭയങ്കര പ്രധാനമാണ്. അവരിപ്പോൾ ഒന്നിച്ച് സിനിമക്കൊക്കെ പോകുന്ന ടീമായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരാളെടുത്ത് അവൻ ഭയങ്കര ഹാർഡായിട്ടുള്ള ചെറിയ പ്രായത്തിൽ ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ അതവനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കുട്ടിക്ക് എത്ര ഇൻഫ്ലുവൻസ് പവർ ഉണ്ട്, നമ്മളെ മോനെ എത്രത്തോളം അയാളുടെ വരുതിയിലാക്കും എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. നമ്മളെ കുട്ടിയുടെ നന്മകൾ അങ്ങോട്ട് കൊടുക്കുക, ആ കുട്ടിയുടെ നന്മ ഇങ്ങോട്ട് എടുക്കുക എന്നല്ലാതെ നമ്മളെ കുട്ടി നല്ല നിലക്ക് പോയൊരു കുട്ടിയാണ്, പിന്നെ അവൻ്റെ കൂടെ ഫ്രണ്ടായതോടുകൂടെ പ്രശ്നമായി എന്ന് വരുന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തണം. അൽമർ ഒല ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ആശയത്തിലായിരിക്കും എന്നാണ്. അപ്പോൾ മുടിയൊക്കെ ശരിക്കും വെട്ടീന കുട്ടി ഇവൻ്റെ അടുത്ത് നിന്ന് ഓൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഓനെങ്ങനെ കണ്ട് ആ മുടി വേറെ കോലാക്കുക, പാൻറ്റ് വേറെ കോലാക്കുക. ഇവിടുന്ന് അവനൊന്നും കിട്ടിയതുമില്ല, അവൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങോട്ടും. അത് നോർമലി നമ്മളെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഈ കുട്ടി ഇടപെടുന്ന എല്ലാ ഏരിയകളും, ഇവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എവിടെയൊക്കെയുള്ള കുട്ടികളാണ്, ഇവരെവിടെയൊക്കെയാണ് എൻഗേജ് ചെയ്യണത്, ഇവരുടെ ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇവർ പോണ വീടുകൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ കുട്ടികളുടെ അടുത്തൊക്കെ എത്ര പൈസ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച് പോകുക എന്നുള്ളത് പ്രധാനമാണ്. എവിടെയൊക്കെയാണ് കളിക്കാതിരിക്കുന്നത്, വർത്തമാനം പറയാതിരിക്കുന്നത്, ആരാണ് പൈസ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കാറുള്ളത്, ആ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് അറിയണം, 100% അറിയണം. അതൊക്കെ വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ നല്ല തുറന്ന സംഭാഷണം ഉണ്ടാവണം. എന്താ നിൻ്റെ പ്ലാന്, നീ ഇപ്പോൾ അങ്ങോട്ട് അവിടെ പോയിട്ട് എന്താണ് പ്ലാന്, എങ്ങനെയാണ് കാര്യം, എന്താണ്, എപ്പോഴാണ് തിരിച്ചു വരിക, അപ്പോൾ വിശ്വാസമല്ല നീ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ഇത് ശീലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കളിക്ക് പോകണതിന് കുഴപ്പമൊന്നുമില്ല, കളി കാണണമെങ്കിൽ വിഷയമല്ല, കാണാം, പക്ഷേ എങ്ങനെയാണ് ഉണ്ടല്ലോ അങ്ങനെ. എന്നാൽ കുട്ടിക്ക് അതൊരു ഭയങ്കര തടവറയായിട്ട് ഫീൽ ചെയ്യാനും പാടില്ല. കൃത്യമായ കാരണം അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ സമ്മറൈസ് മോറൽ സ്കൂളിലും CREയിലൊക്കെ പോണ ഒരു കുട്ടിക്കത് ബോധ്യപ്പെടും. അതിനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയിട്ടുണ്ടാവും തലച്ചോറിൽ. ചോദിക്കുകയല്ല ചില കാര്യങ്ങളൊന്നും. DJ നൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ ട്യൂഷൻ സെൻറ്ററിൽ ഭയങ്കര DJ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പോകണില്ല എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ ഭയങ്കര ഒരു പഠിച്ചവനെ സ്തുതിച്ചു. എന്നാലും ഫുട്ബോൾ ഉണ്ട്, അതിന് പോട്ടെ എന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, അപ്പോൾ പോയിക്കോ, ആരപ്പോൾ പോണത്, എപ്പോഴവിടെ എത്തുക, എങ്ങനെ ഇങ്ങോട്ട് പോരുക, എന്താണ് പരിപാടി. അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളത് വേറെ ക്രോസ് വെരിഫൈ ചെയ്യണം. കുട്ടികളെ നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്ത്, അപ്പോൾ അത് നമ്മളങ്ങനെ ചെക്ക് ചെയ്യുന്നു വരുമ്പോൾ തന്നെ അവരുടെ ആ ടീനേജിലെ മറ്റു പ്രചോദനങ്ങളൊന്നും ആക്ടിവേറ്റ് ആകൂല. അങ്ങനെ ഒരു സൗകര്യം അതിന് ഉണ്ടാകും. പിന്നെ കൂട്ടുകാരുടെ എണ്ണമല്ല പ്രധാനം, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് പ്രധാനം. കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവനെ വൈജ്ഞാനികമായും ധാർമ്മികമായും മെച്ചുവേർഡാക്കാവുന്ന, നയിക്കാവുന്ന, ഗൈഡ് ചെയ്യാവുന്ന, ലീഡ് ചെയ്യാവുന്ന, കൂടെ കൂട്ടാവുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം ചില തിരിച്ചറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, ടീനേജിലേക്ക് കടക്കുമ്പോഴാണെങ്കിൽ അവർ അപകടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പോയി ഇന്നലെ,
അപ്പോൾ ബോയ്സിനെയും ഗേൾസിനെയും നമ്മൾ വേറെ വേറെ ഇരുത്തിയിട്ട് ഒക്കെ പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽപ്പെട്ട പുരുഷൻ സ്ത്രീ ഇങ്ങനത്തെ ഒരു സ്പേസിൽ വരാൻ പറ്റിയ നിങ്ങളെ പാരൻസിന് ചിലപ്പോൾ അത് അറിയുണ്ടാവില്ല. നിങ്ങൾ കുടുംബ വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പം അത് 90% കുട്ടികൾക്കും അതൊക്കെ അറിയും, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അവരുടെ ഫേസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതൊന്നും അറിയാത്ത പാവങ്ങളുണ്ട്, എന്താ ഈ മാഷ് പറയണു എന്ന് ചിന്തിക്കണേ. നമ്മൾ അങ്ങനെ തോന്നിയ ആളുകളൊന്ന് വേറെ പ്രത്യേകമൊക്കെ ഒന്ന് വിളിച്ചു, എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു റെഡ് ഫ്ലാഗുകൾ, അപകട സാധ്യതയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ പാരൻ്റ് അവനറിയാതെ അവനെ വാച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അവൻ്റെ റൂം, അവൻ്റെ ബാഗ്, അവൻ്റെ പാൻസ് കൈയിട്ട് വെക്കുക, പാൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ. പിന്നെ അവൻ പോയതിൻ്റെ ശേഷം പോയ അതൊക്കെ വളരെ ഇൻഡയറക്റ്റായിട്ട് അവൻ കണ്ടാലൊരു സ്വാഭാവികത തോന്നുന്ന രീതിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ കാര്യം ദുആൻ്റെ പ്രൊട്ടക്ഷനാണ്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ചൊല്ലി ഇറങ്ങും മോനെ. അവൻ എവിടെയെങ്കിലും എത്തുമ്പോൾ ഈ വാക്ക് ഇങ്ങനെ പിന്നാലെ ഉണ്ടാവും, മൻറോട്ടി അപകടം പെടാതിരിക്കാനാണ്. അങ്ങനെ ഉണ്ടല്ലോ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, ഇങ്ങനെയുള്ള ദുആകളൊക്കെ അവന് കറക്റ്റ് കൊടുക്കുക. പിന്നെ ഈ കണ്ണേറ് തട്ടാനുള്ള പ്രാർത്ഥനകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തായാലും അവധിക്കാലം നല്ല മല്ലാണ്, പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അവധിക്കാലം അടിപൊളിയാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. ആധിയോടുകൂടി ഈ ഒരു അവധിക്കാലത്തെ കാണുന്ന രക്ഷിതാക്കളുണ്ട്. രക്ഷിതാക്കൾക്കൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള വഴികളാണ് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തന്നത്.